ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെണ്ടക്ക ഉപ്പേരിൻ്റെ ഇതാണ് വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെണ്ടക്ക മുറിച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടി മുറിച്ചിട്ടിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ പാന് കത്തിച്ച് അടുപ്പത്ത് വെക്കട്ടെ. ഒരു പാന് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് പാന് കത്തിച്ചിട്ടുണ്ട്, എല്ലാം തല തിരിഞ്ഞ്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗൈസ് കാണുന്നുണ്ടല്ലോ, ഇതന്നെ പരിപാടി. അപ്പം ഇതാണ് നമ്മുടെ പാചകം. ഇന്നത്തെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കാണിച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് വെക്കുന്നുണ്ട് ഗൈസ്. വെളിച്ചെണ്ണ വെച്ചു, ഇനി കുറച്ച് കടുക് ഇട്ട് വെക്കാം. കുറച്ച് കടുക് ഇട്ട് വെച്ചിട്ട് അപ്പോൾ കടുക് പൊട്ടട്ടെ. കടുകിന് പൊട്ടാൻ ഭയങ്കര താമസമായിരിക്കും, എപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും ഞാൻ ചിരയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ കുറച്ച് തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരുപാട് നോക്കിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആക്കി വെക്കാം. കടുക് പൊട്ടാതെ എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ. കടുകെ പൊട്ടു. കടുകിന് പൊട്ടാൻ എന്താ ഇത്ര താമസം? എപ്പോൾ ഉള്ളതാണ് കടുകിന് പൊട്ടാൻ ഭയങ്കര താമസം. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട് ഗൈസ്, നല്ല സൂപ്പർ മഴയാണ്. മുറ്റെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. മുറ്റഴിച്ച് വരേണ്ട പണിയേ ഇല്ല, അലക്കൽ നടക്കില്ല, ഒന്നും നടക്കില്ല. പുറത്തൊന്നുള്ള പരിപാടികളൊന്നുമില്ല, അകത്തൊന്ന് മാത്രം. കരണ്ടാണെങ്കിൽ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അധികം വന്നിട്ടുണ്ട്, അത് വേറെ വിധത്തിൽ. അപ്പോൾ ഇതെൻ്റെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് സവാള ഇട്ട് വെക്കുന്നുണ്ട്. ബസ്സിൻ്റെ ഓണ് വെക്കുന്നുണ്ടാ നിങ്ങൾ? ഒന്നും വിചാരിക്കണ്ട, ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അമ്പലത്തിലെ തിരക്കാണ് ഗൈസ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വീഡിയോ പിടിക്കുന്നതെല്ലാം ബസ്സിൻ്റെ ഓണാണ് കൂടുതൽ കേൾക്കുന്നത്. കറിവേപ്പിലയില്ല ഗൈസ്, കറിവേപ്പിലയെല്ലാം തീർന്നു, അതുകൊണ്ട് കറിവേപ്പിലയില്ല. അപ്പം ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 2 ചെറിയ പച്ചമുളക് ഞാൻ ഇതിൽ ചീവി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ഗൈസ് വേണ്ടത്. അപ്പോഴത്തേക്ക് വെണ്ടക്ക നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരും. മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മഴേൻ്റെ ഒച്ച കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഗൈസ്. കേൾക്കുന്നില്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇത്രയും ഒച്ചയുണ്ട് എനിക്ക്, ഇതിലപ്പുറം ഇനി ഒച്ചയില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ. സൂപ്പർ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് കൊണ്ടിട്ടുണ്ട്, കണ്ടല്ലോ. സൂപ്പർ വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട് ഗൈസ്. എൻ്റെ വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്.
ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്, ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, നല്ല സൂപ്പർ വെണ്ടക്ക ഉപ്പേരി ഇതാ ഇവിടെ റെഡിയാണ് ഗൈസ്. കണ്ട സൂപ്പറാണ്. കണ്ട, ഞാൻ ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പെല്ലാം പാകം, ഇനിയൊന്നും ഇടണ്ട. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ബൈ, ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം.